പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 280 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് ശേഷം ഈ ആഴ്ച പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ തിരുനാളിനെ കുറിച്ചാണ്. പരിശുദ്ധ ദേവമാതാവിൻ്റെ 7 വ്യാകുലതകളും ദൈവപുത്രൻ്റെ പീഡാനുഭവവും ഭയഭക്തിപൂർവ്വം അനുസ്മരിക്കുന്ന ദിനമാണ് വ്യാകുല മാതാവിൻ്റെ തിരുനാൾ. വിശുദ്ധ ഗ്രന്ഥവും സഭാ പ്രബോധനങ്ങളും തന്നെയാണ് ഇതിൻ്റെ ഉത്ഭവത്തിന് ഉറവിടം. തിരു സങ്കടങ്ങളോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ സെർവൈറ്റുകളാണ് ഈ തിരുനാൾ ആദ്യമായി ആരംഭിച്ചത്. നാടുകടത്തപ്പെട്ട ദുരിതത്തിലായിരുന്നപ്പോൾ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ അവസാനം വിമോചിതനായ പിയൂസ് 7 1817 സഭയുടെ ആഗോള തിരുനാളായി ഇത് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ തിരുനാളിന് 12ാം നൂറ്റാണ്ടോളം പാരമ്പര്യമുണ്ട്. സിസ്റ്റർ ശിവരും സെർവൈറ്റുകളുമാണ് ഇത് പ്രോത്സാഹിപ്പിച്ചത്. തൽഫലമായി 14ഉം 15ഉം നൂറ്റാണ്ടുകളിൽ ഇത് കത്തോലിക്ക സഭയിൽ ആഗമനമായി ആഘോഷിക്കപ്പെട്ടു. 1482 കാരുണ്യ മാതാവ് എന്ന പേരിൽ ഈ തിരുനാൾ കുർബാന പുസ്തകത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടു. ഓശാന ഞായറിന്റെ തലേ വെള്ളിയാഴ്ചയിലായി 1727 ബെനഡിക്റ്റ് 13 മാർപ്പാപ്പയാണ് ഇത് റോമൻ കലണ്ടറിൽ നിജപ്പെടുത്തിയത്. 1913 പിയൂസ് 10 പാപ്പയാണ് തിരുനാൾ സെപ്റ്റംബർ 15 നടത്താൻ നിശ്ചയിച്ചത്. ക്രിസ്തുവിന്റെ പീഡാനുഭവ വേളയിലും മരണസമയത്തും മാതാവ് അനുഭവിച്ച അതികഠിനമായ വ്യതകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാകുല മാതാവ് എന്ന വിശേഷനാമം മാതാവിന് നൽകപ്പെട്ടത്. 17ാം നൂറ്റാണ്ടിൽ 7 വ്യാകുലതകൾ എന്ന പേരിൽ ഈ തിരുനാൾ ആചരിക്കപ്പെട്ടത് വിമല ഹൃദയത്തിലൂടെ കടന്നുപോയ 7 വാളുകളെ ഉദ്ദേശിച്ചാണ്. മാതാവിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 8 ശേഷമുള്ള 7 ദിവസം കഴിഞ്ഞുള്ള സെപ്റ്റംബർ 15 കണക്ക് കൂട്ടിയിട്ടുള്ളതാണ്. തന്റെ സ്വർഗീയ പുത്രന്റെ കഷ്ടതയിലുള്ള മാതാവായ മറിയത്തിന്റെ അതികഠിനമായ വേദനയാണ് ഈ തിരുനാൾ സമർപ്പിച്ചിരിക്കുന്നത്. മാനസിക കഷ്ടത അനുഭവിച്ച് സഹവീണ്ടെടുപ്പുകാരിയായി ഭവിച്ച പരിശുദ്ധ അമ്മ പാപത്തെയും പശ്ചാത്താപത്തിലേക്കുള്ള യഥാർത്ഥ മാർഗത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. അനുസരിക്കണം, പക്ഷേ അടിമയാകരുത്. സ്വതന്ത്രമായ ചിന്തകളും സ്വന്തമായ നിലപാടുകളുമാണ് ഓരോരുത്തരുടെയും വ്യക്തിവൈശിഷ്ട്യം. സ്വന്തം ആകാശത്തെ മറക്കുന്നവരെല്ലാം മണ്ണിലിഴയുകയുള്ളൂ. അവർക്കൊരിക്കലും പുതിയ മേച്ചിൽപ്പുറങ്ങളോ അനുഭവങ്ങളോ ഉണ്ടാകണമെന്നില്ല. അനാവശ്യമായ വിധേയത്വം അസ്ഥാനത്ത് പോലും കാണിക്കുന്നവർ നിർഗുണരും കാര്യശേഷിയില്ലാത്തവരുമാണ്. സ്വന്തം അഭിപ്രായങ്ങൾ പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ഏത് പ്രസ്ഥാനത്തിൻ്റെയും ക്രിയാത്മക ശക്തി. ഏവർക്കും നന്ദി.